നമുക്ക് പുറത്തൊക്കെ പോണ്ടേ? എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? വാ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം. ഉനക്ക് പഠിക്കണമെന്നൊരു യോസന இல்லையா? எப்பவும் കോളേജ് കട്ട് പണി വീട്ടിലേ ഇരിക്കറ. എന്താ അമ്മ അങ്ങനെ പറയുന്നേ? ഞാൻ വീട്ടിലിരുന്ന എന്താ ഇപ്പൊ പ്രശ്നം? എന്നെ തീറ്റി പോറ്റാൻ നിങ്ങളില്ലേ? യു നോ യു ആർ മൈ ഹസ്ബൻഡ്. இப்ப நான் ரிக்ரெட் பண்றேன். நான் எதுக்கு சும்மாவே உங்ககிட்ட என் லவ் சொன்னது? இப்ப யோசிக்கும் போது என்ன பண்றதே தெரியாதே. ഐശ്വരി, ഇപ്പൊ അങ്ങനെയാ? അപ്പൊ എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ എന്നെ കിട്ടിയത്? നിങ്ങൾക്കെല്ലാം തമാശയാണല്ലേ? ആയിക്കോട്ടെ, ഞാനിപ്പൊ തന്നെ പോവും. എങ്കെ? അപ്പുറത്തെ റൂമിലേക്ക്. ഇനി ഈ റൂമിലേക്ക് ഞാൻ വരത്തില്ല. ഈ റൂമിൽ നിന്ന് ഞാൻ രാജിവെക്കും. ആ പോടാ, എനിക്ക് പാക്കണം. നീ പോയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോ ഇങ്ങോട്ട് തന്നെ വരും. എനക്കത് നനച്ച് കവലയിലെ നോക്ക്. നിങ്ങക്ക് എല്ലാം അറിയാം എന്നെ കുറിച്ചിട്ട്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലെന്നല്ലേ? ആയിക്കോട്ടെ. എതുക്കിടാ ഇവളൊരു ഡ്രാമ പண்ற? என்ன വേണം ഇപ്പോ? പുറത്ത് പോണമാ? ഓക്കെ, പോകലാം. ഇപ്പൊ സമ്മതിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി പറയാനല്ലേ? ഇത് എന്നോട് ഫൈനൽ മുടിവുതാ. ഇതൊക്കപ്പുറം എതുമേ ഇല്ലേ. ഓക്കെ വാ. അങ്ങനെയാണേ കുഴപ്പമില്ല. മാമ, എന്നാലും നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എങ്കിൽ പോണോന്ന് നീതാ சொல்லு. എനക്കൊരു ഐഡിയ ഇല്ല. അപ്പടിന്നാ എനക്കൊരാളെ പാക്കണം. അങ്ങ പോലാമാ? ആരെ കാണാൻ? അതങ്ങ പോയി പാക്കുമ്പോ ഉനക്ക് തരും. சொன்னாலும் எனக்கு போதாது. നിങ്ങളുടെ കൂടെ ബൈക്കിൽ പോകുന്ന ഫീല്. உனக்கும் மட்டும் தாடா ஃபீல் ஆகுது, எனக்கும் ஃபீல் ஆகுது. அன்னைக்கு டிஸ்டன்ஸ் கீப் பண்ண சொன்னதுக்கு நீ கட்டிப்பிடிச்சு போகலையா? அன்னைக்கு நான் எவ்வளவு கஷ்டப்பட்டு தெரியுமா? ஆனா நீ இதெல்லாம் பண்ணிட்டு என் கண்ட்ரோலே இல்லாம பண்ணிட்டானே. வா, இதுதான் அவன் வீடு. മാമ, ഇത് ആരുടെ വീടാ? അതൊക്കെ പാക്കുമ്പോൾ തരൂടാ. ഇതൊക്കെപ്പോ സീനിയറാ? കാശി, നീ എന്താ ഇവിടെ? മാമ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? അതോ അവൻകിട്ടേ കേള്. സീനിയറേട്ടാ, എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് മാമൻ? എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾക്ക് തമ്മില്? നമ്മള് തമ്മില് ഒന്നുമില്ല. இல்லையா? அன்னைக்கு நைட்டு உன் ட்ரிங்கில் ட்ரக் மிக்ஸ் பண்ணது யாருன்னு தெரியுமா? അതോ അവൻകിட்ட കേള്. മാമ, അത് അപ്പോ സീനിയറായിട്ടും തന്നെ ആയിരുന്നു. അവൻ എന്നോട് പറഞ്ഞതാ ഡൗട്ട് ഉണ്ടെന്ന്. കാശി, ഞാനത് എന്തിനാ അങ്ങനെ ചെയ്തേ? കാശി, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ ഞാൻ അറിയാണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അറിയാണ്ടോ? എவ்வளவு நாளா ஓங்கி வைக்கிறேன்னு தெரியுமா? நீதான் இவங்கிட்ட சொல்லணும்னு நினைச்சதா இவ்வளவு நாள் காத்திருந்தேன். இப்போ டைம் ஆச்சு. இனிமே யாருக்கிட்டையாவது இப்படி விளையாடியால் கிட்டனதே வேற. മാമാ, ഉനക്കൊന്ന് തരുമോ? അന്ന് ശരിക്കും ഞാൻ പേടിച്ചതാ. എങ്ങാനും സീനിയർ ഏട്ടനാണോ എന്നോട് അങ്ങനെ ചെയ്തേന്ന് ഓർത്തിട്ട്. പിന്നെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്തപ്പോഴാ ഒരു ആശ്വാസം വന്നേ. പക്ഷെ അന്ന് ഡ്രഗ് മിക്സ് ചെയ്തത് ഇദ്ദേഹമാണ് ഞാൻ അറിഞ്ഞില്ല.
அது உனக்கு தெரிய வேண்டிதான் நான் இங்கே கூட்டிக்கொண்டு வந்தது. தேங்க்ஸ். ഹസ്ബൻഡുക്ക് താങ്ക്സ് சொல்றது சரியா? പിന്നെ എന്താ ചെയ്യണ്ടേ? അക്ക, നിന്റെ മൈൻഡിൽ എന്തെങ്കിലും പേരുണ്ടോ കുഞ്ഞിനിടാൻ വേണ്ടിട്ട്? എന്റെ പൊന്നറുക, ഞാൻ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നിന്നോട് പറയത്തില്ല, നീയും ഞാൻ അടിയാവും. അതുകൊണ്ട് നിന്റെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു, ഞാനൊന്ന് കൺസിഡർ ചെയ്യാൻ നോക്കാം. അയ്യോ, ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ നമുക്ക് നിക്നെയിം ഇടാലോ. അതുകൊണ്ട് അതെന്റെ വക. അർജുനിന്റെ അർജുവും രച്ചുവിന്റെ രച്ചുവും. ഇതെന്തോ ഇങ്ങനെ? അരച്ച? അത് വേണ്ട. അജു, രച്ചു, അച്ചു, അച്ചു, അച്ചുട്ടൻ. എവിടെയോ കേട്ട പോലെ. അച്ചു എങ്ങനെയുണ്ട്? എന്റെ പൊന്നെ, ഈ പേര് ഞാൻ എത്ര കേട്ടതാന്നറിയോ? എന്നാലും നീ പറഞ്ഞതല്ലേ, കൺസിഡർ ചെയ്യാം. சிவா, உன் லீவு முடியதுக்கு இன்னும் ஒரு வாரம் தான் இருக்கு. என்ன பண்ண போற? அக்கா, காசிட காலேஜ் கம்ப்ளீட் ஆகலே. அவனை கூட்டிக்கொண்டு போகிறதுக்கு எனக்கு முடியாது. அவன் இங்கே இருக்கட்டும், நான் போயிட்டு வேலை பார்க்கறேன். എന്താ അങ്ങനെ പറയും? ഞാൻ വരും, എന്നെ വിട്ടിട്ട് പോവാൻ പറ്റത്തില്ല. എടാ, അപ്പടി അല്ലടാ, ഉനക്ക് കോളേജ് ഇല്ലയാ? മാമ, ഇതെന്നോട് ലാസ്റ്റ് സെം കഴിയാറായി. ഇനി എക്സാം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കുറച്ച് സപ്ലൈ അല്ലേ, അത് ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് എഴുതാം. പ്ലീസ് മാമ, എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. അമ്മ പറ അമ്മ. ஓ கடவுளே, அவ பாக்குறாரு அப்படி. ശിവ, അവനെയും കൂട്ടിക്കൊണ്ട് പോടാ, ഇല്ലേനാ ഇവിടെ ഡ്രാമ ആയിരിക്കും. ഉനക്ക് തൊന്തരയില്ലയാ? എനക്ക് നിങ്ങൾ ഇല്ലാതെ പറ്റൂല, അതുകൊണ്ടാ. ഈ ട്രെയിനിൽ ഞാൻ എന്തായാലും എല്ലാ സപ്ലൈയും പാസ്സാക്കും. പ്ലീസ്, എന്നെയും കൂടി കൂട്ടിക്കൊണ്ടു പോ. ആ സരി, ഒന്നേ കൂട്ടിക്കൊണ്ടുതാ പോരെ. ഓക്കെ വാ. അതുതാ മാമ. நீ எக்ஸாம் எல்லாம் நன்னாയി எழுது. நான் ஊருக்கு போய் அம்மா கிட்ட எல்லாம் பேசி வரேன். அப்புறம் எக்ஸாம் எல்லாம் முடிஞ்ச மேலே போகலாம் பெங்களூர். ஓகேவா? 1 വീക്ക് പിരിഞ്ഞു നിൽക്കണോ? 1 വീക്കാ വലുത് 1 മന്താ? ഓക്കെ, ഇതിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ വിട്ടിട്ട് പോവാനല്ലേ? വേണ്ട, ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു ദിവസം പിരിഞ്ഞിരിക്കുന്ന എന്നെ വലിയ കാര്യമാണ്. അതെനക്കോ தெரியும்டா. ஆனா ஊருக்கு போகாது இருந்தா சரியாகாது. இட்ஸ் ஓகே, நான் பாக்குறேன். மாமா, என்ன பண்ண போற? என்னென்னமா பண்ண தோணுது. മാമ, വിശക്കുന്നു. ഇപ്പൊ വാ. அதுக்கெல்ல டைம் இருக்கா? அப்படி இல்லே. എന്നാ വാ, നമുക്ക് ഉണ്ടാക്കാം.
അയ്യോ എനക്ക് വേല இருக்குடா. ഓ ജോലിയാണല്ലോ മുഖ്യം. അപ്പൊ ഞാൻ എന്തിനാ? ஏண்டா பிரெக்னன்ட் போல பிஹேவ் பண்ற? ஆ அதோ ரச்சுக்கு வருதே மூடு സിങ്സ് அப்படி இருக்கு. അതെ ഫുഡിനോട് ഇഷ്ടം തോന്നിയാൽ അത് മൂഡ് സിങ്സ് ഒന്നുമല്ല. എനിക്ക് വേണം ഇപ്പോ ഫുഡ്. ഐ എം നോട്ട് പ്രഗ്നന്റ്. ഞാൻ ഒരു പുരുഷനാണ്. ஆனா உன் நடிப்பு பார்த்தா அப்படி தோணலையே, என்ன பண்றது? ദേ മാമ വേണ്ടട്ടാ. ആ മര്യാദക്ക് ഫുഡ് ഉണ്ടാക്കി തന്നോ? ഇല്ല, ആ കയ്യിലിരിക്കുന്നതിനൊക്കെ എവിടേക്ക് ഞങ്ങള് ഇപ്പൊ തന്നെ വരണം. യാറിങ്ക വലുത് നാണില്ലയാ? പോയില്ലേ അവന്റെ കയ്യിൽ നിന്ന് കിട്ടും. അയ്യോ எதுக்கு அப்படி பாக்குறது? தெரியாதே. என்ன தெரியாது? எப்படி, எப்போ, எப்போ நான் உன்னை காதலிக்க ஸ்டார்ட் பண்ணேன்னு எனக்கு தெரியாது. இப்படியெல்லாம் வாழ முடியும்னு நினைச்ச கூட பார்க்கல. Maybe this one is the best decision I ever made. മാമാ ഇപ്പൊ എന്താ പറ്റിയേ? കാസി ഐ ലവ് യു ഡാ. ലവ് യു ടു മാമാ. മാമാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ നല്ല ബോറാവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ജോലിക്ക് വന്നോട്ടെ? ആ ഉനക്ക് ഇപ്പോ വേലയ്ക്ക് പോണോമാ? ഇവിടെ ബോറടിക്കുക ഒറ്റയ്ക്ക് നിങ്ങളില്ലാത്ത ടൈമില്. നിങ്ങളുടെ കമ്പനി വല്ല ജോലിയും കിട്ടുമോ? ആ വേണമാ, പാക്കലാമേ. இதுதான் எங்க கம்பெனி. இங்கேதான் உனக்கு வேலை கிடைக்க போறது. இங்க யாருக்கும் நீ என்னோட ஹஸ்பண்ட்னு தெரியாது. இப்ப யாருக்கிட்டே சொல்ல வேண்டாம், போக போக நானே சொல்றேன். அப்ப இந்த நியூ ஜேர்னி ஸ்டார்ட் பண்ணலாமா? ಶಿವಣ್ಣ, ಅವನನ್ನು ಇಲ್ಲಿಗೂ ಕರ್ಕೊಂಡ್ ಬಂದಿಯಾ? ಯಾರಿಗಾದ್ರೆ ಗೊತ್ತಾ? ಇಲ್ಲಿ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ, ನೀನಾಗಿ ಹೇಳ್ಬೇಡ. ಓ ಆಗ್ಲೇ ಬಿಡಿ, ನಾನು ಹೇಳುದಿಲ್ಲಪ್ಪ. ಅವತ್ತು ನಾನು ನಿಮ್ಮ ಹತ್ರ ಹೇಳಲಿಕ್ಕೆ ಬಿಟ್ಟೋಯ್ತು, ಸಾರಿ. ಯಾಕೆ? ಅವನಿಗೆ ನನ್ನನ್ನು ನೋಡಿದಾಗ ಸ್ವಲ್ಪ ಜಲಸ್ ಬಂದಿದೆ. ನಾನದು ಬೇಕಂತಾನೆ ಮಾಡಿದಲ್ಲ, ಅವ ನೆನೆಸಿದಾಗೆ. ഓ അതേനില്ല, അവനിಗೆ ಗೊತ್ತಲ್ಲ. നിങ്ങൾ രണ്ടും എന്താ സംസാരിക്കുന്നേ? അതും എനിക്കറിയാത്ത ഭാഷയില്.
എന്നോട് പറയാതെ എന്തേലും കാട്ടിക്കൂട്ടാനാണ് പ്ലാനെങ്കിൽ നടക്കൂല. ഞാൻ വിട്ടു തരുക. കാസി என்ன சொல்ற? മാമാ വേണ്ട, എന്നോട് തന്നെ വേണ്ട കേട്ടോ. നിങ്ങക്ക് ഞാനുണ്ട്, ഞാൻ മതി. വേറെ ആരും നിങ്ങൾ നോക്കാൻ പോവണ്ട. ആ அதுக்கு யாரு சொன்னாரு எனக்கு வேற யாராவது வேணும்னு? சொல்லണ്ട, പക്ഷെ എനിക്കറിയാം. ഇവക്കേ നിങ്ങളുടെ മേലൊരു കണ്ണുണ്ട്. വാട്ട് ഡു യു മീൻ? ഇവിടെ ഒരു മീനും ഇല്ല, നീ പോയേ. ശിവണ്ണ ಹೆಂಗಣ್ಣ? ഏയ് മാടോ, തലയിൽ ഇട്ടായിട്ടല്ലോ. എന്താ പറഞ്ഞേ? എന്നെ സഹിക്കുന്നാണോ? ആയിക്കോട്ടെ, വീട്ടിൽ പാട്ടോ. എതൊക്കെ ഇപ്പോഴും റിയാക്ട് പண்ற? ಅಣ್ಣ, ಆಗ ನಾನು ನಿಮ್ಮ ಹತ್ರ ಹೇಳಲಿಲ್ವಾ ನನಗೆ ಜಲಸಿದೆ ಅಂತ? ಅದೇ ಇದು. ಏನಾದ್ರೂ ಹೇಳಿ ಅವನನ್ನು ಕನ್ವಿನ್ಸ್ ಮಾಡಿ, ಇಲ್ಲಾಂದ್ರೆ ನಿಮಗೆ ಕಷ್ಟ. காசி எதுக்குடா கோபப்படுற? நான் என்ன பண்ணேன்? ഏതാച്ചും പേസലാമേ. ഞാൻ എന്തിനാ വേണ്ടെന്ന്? നിങ്ങൾക്ക് ആ കാവ്യ ഉണ്ടല്ലോ. കാവ്യ എന്നോട് കൊളീഗടാ. എതുക്ക് നീ കോപപ്പെടുற? கொலிக்கு மட்டும் தானா? ஆமாடா, வேற என்ன இருக்கு? ஏதும் இல்லையா? எனக்கு எப்படி தெரியும் உங்க மனசுல என்ன இருக்குன்னு? ஓ கடவுளே, എടാ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. நான் சாகுற வரைக்கும் அந்த பிளேஸ் வேற யாருக்கும் கொடுக்க மாட்டேன். எதுக்குடா இப்படி எல்லாம் பண்ற? ஐம் சாரி. உனக்கு தெரியாதா? உனக்கு ஜெலசா? போகட்டும்டா, உனக்கு என்ன தெரியாதா? அப்புறம் எதுக்கு டவுட் பண்ற? இந்த உலகத்திலே நான் உன்னை மட்டும் தான் காதலிக்கிறேன். நான் சாகுற வரைக்கும் உன் கூட தான் இருப்பேன். எதுக்குடா பயப்படுற? സാകുമ്പോൾ ഓൻ കൂടെ സാവണം. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കണം. വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ അത്രയ്ക്കും ഇഷ്ടം എനിക്ക്. ഐ എം സോറി. ഐ ലവ് യു മാമ. ലവ് യു. இனிமே இப்படியெல்லாம் பண்ணக்கூடாது, ஓகேவா? பேசு. செய்யூல. அப்படிதான் என் காசி.